ഹലോ ഗൈസ്. അപ്പോൾ ഇന്നെന്താ പരിപാടി എന്ന് വെച്ചാൽ നമ്മളെ നാട്ടിൽ നല്ല നാടിൻ്റെ കുറച്ച് അപ്പുറത്തായിട്ട് കാരക്കൂട് എന്ന സ്ഥലമുണ്ട്. അവിടെ ഉത്സവം ഉണ്ടോ, അങ്ങോട്ട് പോണ പരിപാടിയാണ്. അപ്പോൾ ഇത് അവിടെ എത്തിയപ്പോൾ നല്ല തിരക്കാണ് കേട്ടോ. വണ്ടികളെ കൊണ്ട് ആകെ ബ്ലോക്കാണ്. അത് പിന്നെ നമ്മളവിടെ നിർത്തി. അങ്ങനെ നമ്മൾ അമ്പലത്തിലെത്തി തൊഴുകാൻ വന്നപ്പോൾ അവിടെ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. വരിയുണ്ടല്ലേ, ഇതുപോലെ വളഞ്ഞ് തിരിഞ്ഞാൽ അങ്ങനെ പോകണം. അങ്ങനെ നമ്മൾ കുറച്ച് നേരം വരിയും കാര്യങ്ങളൊക്കെ നിന്ന് കഴിഞ്ഞപ്പോൾ ഒരു സംഭവം രാവിലെ ആന വന്നതിൻ്റെതാണ് കേട്ടോ. അങ്ങനെ നമ്മൾ വരെയൊക്കെ നിന്ന് കഴിഞ്ഞ് അമ്പലത്തിലെത്തി തൊഴുത് പുറത്തിറങ്ങി കേട്ടോ. പുറത്തിറങ്ങി ഇനി എന്താ പരിപാടി നോക്കിയപ്പോൾ ഫുഡ് അടിക്കാനുള്ള പരിപാടിയാണ്. എന്നാൽ പിന്നെ ഫുഡ് അടിക്കാൻ പോകാൻ വിചാരിച്ചപ്പോൾ അവിടെയും വലിയ ആകെ വരിയാണ് കേട്ടോ. എന്ത് ചെയ്യാൻ, ആകെ തിരക്കാണ്. ഉത്സവമല്ലേ, പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പം അങ്ങനെ നമ്മൾ വരി നിൽക്കുന്നതിൻ്റെ ഇടയിൽ ആന വരുന്നുണ്ട് കേട്ടോ. ആന മറ്റേ പറയെടുപ്പിന് പോയതായിരുന്നു, അത് കഴിഞ്ഞ് വരിക തോന്നുന്നുണ്ട്. അതിൻ്റെ ബാക്കിൽ മറ്റേ സംഭവം വരുന്നുണ്ട്, അതിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയില്ല. അപ്പോൾ നമ്മളങ്ങനെ നിന്ന് ഫുഡ് കഴിക്കണതിൻ്റെ കോമ്പൗണ്ടിൻ്റെ ഉള്ളിൽ കയറിയിട്ടോ. അങ്ങനെ നിന്ന് ഫുഡും കാര്യങ്ങളൊക്കെ വാങ്ങി കഴിച്ച് കഴിഞ്ഞ് ഇത് അവിടെ ഇരിക്കണ സ്ഥലം കേട്ടോ. ഫുഡും കാര്യങ്ങളൊക്കെ വാങ്ങി അവിടെ ഇരുന്ന് കഴിക്കുക. ഒരു സ്കൂളാണ്, അതിൻ്റെ പരിസരത്ത് അവിടെയൊക്കെ ഇരിക്കുക. അപ്പോൾ നമ്മളത് കഴിഞ്ഞ് നേരെ വന്നത് ആനേനൊക്കെ ഒന്ന് കാണാൻ വിചാരിച്ചാൽ അങ്ങനെ വന്നപ്പോൾ ഇവിടെ നിറച്ച ആൾക്കാരാട്ടോ. ആന ഉണ്ടാകുമ്പോൾ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, ആൾക്കാർ കൂടും. അപ്പോൾ ഇതാണ് നമ്മൾ നേരത്തെ കണ്ട സംഭവം. ഇനിയിപ്പോൾ പരിപാടിയൊന്നുമില്ല. അപ്പോൾ പിന്നെ നമ്മൾ നേരെ വീട്ടിൽ പോകാൻ നൈറ്റ് വരും. അപ്പോൾ വൈകുന്നേരം നമ്മളെ കമ്പനിക്കാരൊക്കെ കൂടി അങ്ങനെ പോവാണ് കേട്ടോ. നൈറ്റ് പിന്നെ നമ്മൾ ഫ്രണ്ട്സിൻ്റെ കൂടെ പോകുമ്പോഴേ അതിൻ്റേതായൊരു ഇത് കിട്ടുള്ളൂ. അങ്ങനെ നമ്മൾ അമ്പലത്തിലെത്തി വെറുതെ കുറച്ച് നേരം അവിടെ നിന്ന് പിന്നെ അങ്ങനെ പുറത്തേക്ക് ഇറങ്ങാമെന്ന് വിചാരിച്ചു. അങ്ങനെ വെറുതെ നടക്കുക കേട്ടോ. പുറത്തു കൂടെ കുറേ കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ കണ്ട്, ഇത് മറ്റേ ബണ്ണിൻ്റെ കേട്ടോ, ഇപ്പോൾ അതാണല്ലോ ട്രെൻഡ്. അപ്പം നമ്മളിതേ കുറേ കടകളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ നോക്കി വെറുതെ നടക്കുകയാണ് ഫ്രണ്ട്സിൻ്റെ ഒപ്പം. അതൊരു രസം, ആ തിരക്ക് കൂടെ അങ്ങനെ വെറുതെ നടക്കാൻ. നമ്മൾ വെറുതെ അങ്ങനെ നിന്ന് കൊടുത്താൽ മതി, തിരക്കായും കൊണ്ട് അങ്ങനെ പോയിക്കോളും. ഈ സാധനമൊക്കെ മേടിച്ച് തരാൻ വേണ്ടി പണ്ട് കുറേ കരഞ്ഞിട്ടുള്ളതാണ് കേട്ടോ. അങ്ങനെ നടക്കുമ്പോഴാണ് അവിടെ നാസിക് ഡോളിൻ്റെ എന്തോ പരിപാടി ഉണ്ട് പറഞ്ഞത്. അപ്പോൾ പിന്നെ അത് കാണാൻ പോവാറുണ്ട്. അങ്ങനെ പോവാണ്. അത് കഴിഞ്ഞ് വന്ന് ഇവിടെ അമ്പലത്തിൽ ശിങ്കാരിമേളവും കാര്യങ്ങളൊക്കെ ഉണ്ടോ. അത് കഴിഞ്ഞ് ഡാൻസും പരിപാടിയൊക്കെ തുടങ്ങാൻ കേട്ടോ. അപ്പോൾ നമ്മളങ്ങനെ കുറച്ച് നേരം പരിപാടിയും കാര്യങ്ങളൊക്കെ കണ്ടു നിന്നപ്പോൾ പിന്നെ പറഞ്ഞു പൂവല്ലേ ചോദിച്ചു ഒപ്പം പോകുന്നവരൊക്കെ. അവർക്ക് ഇതിൻ്റെ വാസനയൊന്നുമില്ല, ഏത് കലാവാസന. അത് എന്ത് ചെയ്യാനാണ്. അപ്പോൾ പിന്നെ നമ്മൾ അങ്ങനെ നേരെ തിരിച്ചു പോന്നു. ഇന്ന് ഇത്രേ ഉള്ളൂ കേട്ടോ.